പി വി അൻവർ ഇന്നലെ വലിയ താരമായിരുന്നുവെങ്കിൽ ഇന്ന് പി വി അൻവർ ഒരു വലിയ പൂജ്യം ആകുന്ന മറ്റൊരു വാർത്തയാണ് പ്രചരിക്കുന്നത്. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 2-ന് പി വി അൻവർ ഒരു വലിയ കോളടക്കം സൃഷ്ടിച്ച ഒരു കേസ് ഏറ്റെടുത്തിരുന്നു. പൊന്നാനിയിലെ ഒരു വീട്ടമ്മയെ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് പീഡിപ്പിച്ചു. അവരുടെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് CI വിനോദ് അദ്ദേഹത്തോട് ചെന്ന് പരാതി പറയാൻ ചെന്നപ്പോൾ അദ്ദേഹം തന്നെ പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് ആ പരാതി ചെന്ന് പറയാൻ ഡിവൈഎസ്പി ചെന്നപ്പോൾ ഡിവൈഎസ്പി PV ബെന്നി പീഡിപ്പിച്ചു. ഈ 2 പരാതിയും കൊണ്ട് ചെന്നപ്പോൾ SP സുജിദാസും പീഡിപ്പിച്ചു. ഇതായിരുന്നു പരാതി. ഈ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതിന് ഒരു ചാനലും റിപ്പോർട്ടർ ചാനലും അതിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഈ വീട്ടമ്മയുടെ ഇന്റർവ്യൂ എടുക്കുക, PV അൻവറിന്റെ ഇന്റർവ്യൂ എടുക്കുക, അതുപോലെ ഈ കേസ് പരമാവധി ചർച്ച ചെയ്യുക, ന്യൂസ് അവറിൽ ചർച്ച ചെയ്യുക, അങ്ങനെ ഒരു വലിയ കോളടക്കം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. അതായത് PV അൻവർ തൊടുത്തിട്ടിട്ടുള്ള പോലീസുകാരുടെ അഴിമതി അല്ലെങ്കിൽ അഴിമതിക്കാരെ പോലീസുകാരെ തറപറ്റിക്കാനുള്ള തൂത്തെറിയാനുള്ള ഒരു കുരിശുയുദ്ധം, ആ കുരിശുയുദ്ധത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായി കൊണ്ടുവന്ന ഒന്നായിരുന്നു ഈ പറഞ്ഞ പൊന്നാനി കേസ്. സെപ്റ്റംബർ 2-ന് അദ്ദേഹം അത് ഏറ്റെടുക്കുമ്പോൾ അഴിമതിക്കെതിരെ പോലീസിന്റെ ഉള്ളിലെ ഈ അഴിമതിക്കെതിരെ ഒരു കുരിശുയുദ്ധം തുടങ്ങുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മറ്റ് ചാനലുകൾ കാര്യമായി ഇത് ചർച്ച ചെയ്തിരുന്നില്ല. മറ്റ് മാധ്യമങ്ങൾ, യൂട്യൂബ് ചാനലടക്കം ഇത് വലിയ വാർത്തയാക്കിയിരുന്നില്ല. കേവലം കണ്ടന്റ് എന്നതിലുപരി എന്തെങ്കിലും ഒന്ന് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയണം എന്നതിലുപരി മറ്റ് വാർത്തകളൊന്നും ചെയ്തിരുന്നില്ല. ഡിഫറെന്റ് ആംഗിൾസ് ഇതിനെ സംബന്ധിച്ച് ഈ പരാതിയിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിലൊരു ക്ലാരിറ്റി വരാതെ വാർത്ത ചെയ്യേണ്ടെന്ന് വെച്ചിരുന്നു. അതുകൊണ്ട് ഡിഫറെന്റ് ആംഗിൾസും അതിനെ സംബന്ധിച്ച് വാർത്തകൾ ചെയ്തില്ല. നേരത്തെ ഇത് സംബന്ധിച്ച് ഇവർക്കെതിരെ ഈ പറഞ്ഞ ബന്ധപ്പെട്ട പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു. അതായത് ഇവർ പ്രതികളാണെന്നും ഉന്നത ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഇവർക്ക് കേസ് കൊടുത്തിട്ട് ആരും പരാതി എടുക്കുന്നില്ല എന്നും FIR ഇടുന്നില്ല എന്നും അന്വേഷിക്കുന്നില്ല എന്നും നിരന്തരം പ്രസ് ചെയ്ത് പിന്നെ അത് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവാണ് ഇന്നത്തെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പ്രകാരം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് PV അൻവറിനാണ് ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്യുന്നത്. PV അൻവറാണ് SP സുജിദാസിനെതിരെ വലിയ വിവാദപരമായിട്ട് പരാമർശങ്ങൾ കൊണ്ടുവന്നിരുന്നത്. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ പലതും പുറത്തുവിട്ടിരുന്നത്. മലബാറിലെ പോലീസ് അതിക്രമങ്ങൾ, മലബാറിലെ പോലീസ് കള്ളക്കേസ് ചമയ്ക്കുന്ന ആ ഒരു ചരിത്രം അതൊക്കെ പുറത്തു കൊണ്ടുവന്ന PV അൻവറാണ്. ആ നേട്ടത്തെയൊക്കെയാണ് ഈ കോടതി വിധി ഇടിച്ചു കളയുന്നത്. അതായത് ഇതൊരു കള്ളക്കേസാണെന്നും ഈ പറഞ്ഞ ബന്ധപ്പെട്ട പോലീസുകാരെ ചതിയിലൂടെ കുടുക്കിക്കൊണ്ട് അവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമാണ് നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് മറ്റൊരു വിവരം പുറത്തു വരുന്നത്, ഈ വീട്ടമ്മയെ ഒരു ഇരയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു കേസ് കെട്ടിച്ചമച്ചത് കേരളത്തിലെ പ്രഗത്ഭരായ 3 ഉദ്യോഗസ്ഥരെ പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് ചിത്രീകരിച്ചത്, ഇത് ഉണ്ടാക്കിയത് ഒരു ഗൂഢലക്ഷ്യത്തിന് പ്രകാരമാണ് എന്നാണ് വിവരങ്ങൾ മാധ്യമലോകം ചർച്ച ചെയ്യുന്നത് പുറത്തു വരുന്നത്. അതായത് മുട്ടിൽ മരമുറി കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് PV ബെന്നി. മുമ്പ് ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളായിട്ടുള്ള റോജി അഗസ്റ്റിനും ജോസൂട്ടി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്തത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന PV ബെന്നി ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അന്വേഷണം പൂർത്തിയാക്കേണ്ടതും അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അതിന് ചുമതല ഉള്ളത് കൊണ്ട് അദ്ദേഹം ആ കേസുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ കേസ് മുന്നോട്ട് പോകരുത് എന്ന് ഒരു പക്ഷേ അവർ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് ആ പോലീസുകാരൻ മറ്റൊരു ലൈംഗിക പീഡന കേസിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും ഒരു കേസിലോ പെട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാമെന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ഇത് കേസിൽ പ്രതിയാക്കിയത്. ഇവിടെ CI വിനോദും SP സുജിദാസും ഒരുപക്ഷെ അതിന്റെ ഇരകളായി മാറി നിൽക്കുന്നതുമാകാം. ഈ PV ബെന്നിക്ക് പുറമെ PV ബെന്നി എന്തായാലും അവരുടെ ലക്ഷ്യമാണ്. പക്ഷെ അത് ലക്ഷ്യമാണ് എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി 2 പേരെയും കൂടി കൂട്ടത്തിൽ ചേർത്തു എന്നാണ് ഇപ്പൊ സംശയിക്കേണ്ടി വരുന്നത്. ഇത് കോടതിക്ക് ബോധ്യമായി എന്നാണ് ഇപ്പൊ ഈ ഉത്തരവിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകഞ്ഞിട്ടാണോ PV അൻവർ കൂടെ നിന്നത് എന്നാണ് ഇനി മനസ്സിലാകേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ സെപ്റ്റംബറിൽ തുടങ്ങിയ യുദ്ധം, അഴിമതിയുടെ കറപുരണ്ട പോലീസ് ഉദ്യോഗസ്ഥർ, ആ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കും വരെ തന്റെ സമരം തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ബോംബും പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന അൻവറിന് മേൽ വീണിട്ടുള്ള ഒരു ആറ്റം ബോംബ് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ്.